സുധാ മഴമേഘം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് ഒരു സ്പെഷ്യൽ മുറുക്കാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് അതിന് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. ഇത് വെള്ള ഉഴുന്ന് വറുത്തതാണ്. ഒരുപാട് ബ്രൗൺ കളർ പാടില്ല. കറക്റ്റായിട്ട് ഈ കളറാവുന്നത് വരെ വറുക്കുക. അത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് അളവിലാണോ എടുക്കുന്നത് ആ പാത്രം മതി എല്ലാറ്റിനും. അപ്പോൾ ഇതിനൊരു പാത്രം ഉഴുന്ന്. ഇത് വന്നിട്ട് പച്ചരിയാണ്. ഇത് വറുക്കുക ഒന്നും ചെയ്യണ്ട. നമ്മൾ അതിൻ്റെ കല്ലും നെല്ലും ഒക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഒരു പാത്രമാണ് എങ്കിൽ ഇത് 3/4 പാത്രം മതി. നമ്മൾക്ക് ഈ ഉഴുന്ന് വറുത്തതും പച്ചരിയും കൂടെ പൊടിച്ചെടുക്കാം. ഈ കളറ് വന്നിട്ട് നമ്മൾ നേരത്തെ മഞ്ഞൾ പൊടിച്ചതിന്റെ കളറാണത്. അത് അരിയിൽ മിക്സ് ഒന്നും ആയിട്ടില്ല. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് പൊടിച്ചാണെന്ന് വിചാരിക്കും. ആരും തെറ്റിദ്ധരിക്കണ്ട. കൺഫ്യൂഷൻ തീർക്കാനായിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾക്ക് ഈ പൊടി ഒന്ന് ചലിച്ചെടുക്കണം. അപ്പൊ നമുക്ക് മീഡിയം ഹോൾസ് ഉള്ള അരിപ്പ എടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പൊടിനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾക്ക് വേറെ ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഈ കല്ലുപ്പിനെ നന്നായിട്ട് അരിയിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ കലക്കിയെടുത്ത ശേഷം നമ്മൾക്ക് ഒഴിച്ചിട്ട് കുഴയ്ക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ചായി ഒഴിച്ചിട്ട് ശ്രദ്ധിച്ച് കുഴയ്ക്കുക. ഇതിനൊരു പാകമില്ലേ? ആ, പാകമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരുപാട് കട്ടിയാവാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നന്നായി സെറ്റായി വരുന്നുണ്ടല്ലോ. ഈ പരുവത്തിലാകണം മാവ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി ഇതിനെല്ലാം വൃത്തിയായി കുഴച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ അതിനെ മാറ്റി വെക്കണം. അപ്പൊ സെറ്റ് ആവും അല്ലേ? എന്നതിന് ശേഷം നമ്മൾ പീച്ചിട്ടാണല്ലേ എടുക്കുന്നത്? അതെ അതെ അതെ. അടിപൊളി മുറുക്കാണല്ലോ. ഇപ്പോ എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കേ, കണ്ടില്ലേ? ഇങ്ങനെയാണ് ആവശ്യം. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കണം മാവ്. അതെന്തിനാണമ്മ അത്ര ലൂസ്? അപ്പോഴേ നമ്മൾക്ക് വൃത്തിയായിട്ട് സേവയിൽ കൂടെ പീച്ചെടുക്കാൻ പറ്റുള്ളൂ. ടൈറ്റ് ആയി കഴിഞ്ഞാൽ മുറുക്കിന് ബലവും ഉണ്ടാവും. ഇങ്ങനെ ആവുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. എണ്ണയും ഉപ്പുവെള്ളവും എല്ലാം ഒഴിച്ച് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ 1 മണിക്കൂർ അടച്ചു വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾക്ക് ഈ മാവ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കിയാലോ? നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. പീച്ചാനുള്ള പാകവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് മുറുക്കുണ്ടാക്കി തുടങ്ങാം. ഈ 3 ഹോളുള്ള തട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തുടങ്ങല്ലേ? ഇതിൽ നമ്മൾക്ക് ശകല എണ്ണ തേച്ചിട്ട് വേണം മാവിടാൻ. അപ്പോൾ നമുക്ക് ഒന്നും ഒട്ടിപ്പിടിക്കില്ലല്ലോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മാവിട്ട് കൊടുത്തിട്ട് പീച്ചിട്ട് സോഫ്റ്റ് ആണോ നോക്കാം.
സൂപ്പർ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ മാവ്. എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുഴച്ച് വെച്ചപ്പോഴേ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ കുഴച്ച് വെച്ചാലാണ് അതിങ്ങനെ വൃത്തിയായിട്ട് വരിക. അപ്പൊ നമുക്ക് ഇനി എണ്ണ എനിക്ക് മുറുക്ക് ഇട്ടാലോ? ഇട്ട് പിച്ചിട്ട് മുറുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, റെഡി, വാ പോവാ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. സൂപ്പർ. അടിപൊളി മണം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഇത്ര പെട്ടെന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ വന്നത് ഓരോന്നെടുത്ത് കൈ കൊടുക്കുക. സൂപ്പർ, ഭയങ്കര സന്തോഷമായിരിക്കും. സ്കൂൾ കാലമല്ലേ, വന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി സ്നാക്കാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട്. പിന്നെ ഉഴുന്നൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ പൊള്ളൊക്കെ ഒന്ന് പോണം, അപ്പോഴേ മരുമരുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി വാരി എടുക്കാം അല്ലേ? വാരി എടുക്കാം. സംഭവം അടിപൊളി മുറുക്ക്, തനി നാടൻ അരി മുറുക്ക്, നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത മുറുക്ക്. അടിപൊളിയാണ് കേട്ടോ അമ്മ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് എത്ര കഴിച്ചാലും ശരീരത്തിന് ഒരു കുഴപ്പമില്ല. അടിപൊളി അടിപൊളി. അച്ഛാ, അത് ഉണ്ടാക്കുന്നൊക്കെ ഒന്ന് കണ്ടു പഠിക്കൂ. അതെ, ഓക്കെ. എങ്ങനെയുണ്ട് മുരുക്ക്? ഒന്ന് ചെക്ക് ചെയ്യൂ. മൊരിഞ്ഞിട്ടുണ്ടോ നന്നായിട്ട്? ആ, ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കുമ്പോ ഇതേപോലെയാണ് ഉണ്ടാവുക അല്ലേ? അടിപൊളി, നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. നീങ്കിലൊന്ന് കഴിച്ചു നോക്ക്. നല്ല മൊരുമൊരാന്നുണ്ട് കലക്കി. അപ്പം നിങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള അരിമുറുക്ക് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അമ്മ അവിടെ ബാക്കി വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർ. ഉപ്പ് എല്ലാം കറക്റ്റ്. അപ്പൊ ഇതുപോലെയുള്ള അരിമുറുക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എത്ര സിമ്പിളാണ്, കണ്ടില്ലേ?